ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണെന്ന് പറയാം. അപ്പം എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? രാത്രി ഫുഡൊക്കെ കഴിച്ചോ? ചേച്ചി കഴിച്ചില്ല കേട്ടോ, വീഡിയോ ഒക്കെ എടുത്തിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. നമ്മളിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇടുന്ന വീഡിയോ അങ്ങോട്ട് തള്ളുന്നില്ല കേട്ടോ, അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നെ ആയിക്കൊണ്ട് പോട്ട്, ഓടുന്നെങ്കിൽ ഓടട്ടെ, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മളെ ജോലി അങ്ങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല, ഇന്നെങ്കിലും വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ചേച്ചി നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. 2 ദിവസമായി കേട്ടോ ജോലിക്ക് പോയിട്ട്. ഞാനൊരു വീഡിയോ ഇട്ടതിൽ ഞാൻ കാരണമൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് 4-5 പേരൊക്കെ നമ്മളെ ബന്ധുക്കളും അവരൊക്കെ തന്നെ വിളിച്ച് ചോദിച്ച് എന്നാ കാരണവും എന്നാ പറ്റിയെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ച്. പിന്നെ അവരോട് ഒളിച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ, വിളിച്ച് ചോദിച്ചവരോട് ഒളിച്ച് വയ്ക്കാൻ പറ്റുമോ? പിന്നെ അവരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാനും ഒളിച്ച് വയ്ക്കുന്നില്ല. അപ്പോൾ കാരണം എന്തെന്ന് വെച്ചാൽ, ഞായറാഴ്ച ഞാൻ വീട് കഴുകാൻ വേണ്ടി, അടുക്കള കഴുകാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ സോപ്പ് പൊടി, മാർബിൾ തറയിൽ ആരെങ്കിലും സോപ്പ് പൊടി ഇട്ട് കഴുകുമോ? ഇതാണ് എൻ്റെ സ്വഭാവം. ബുദ്ധി ചില സമയത്തില്ല. അങ്ങനെ സോപ്പ് പൊടി എടുത്ത് വെച്ച് കിച്ചൺ കഴുകാൻ വേണ്ടിയിട്ട് തട്ടി കഴുകിക്കൊണ്ട് നിന്ന് കേട്ടോ. കഴുകിക്കൊണ്ട് നിന്നതും കാല് സ്ലിപ്പായി മലന്നങ്ങ് പോയി ചെന്ന് വീണ് കേട്ടോ. എവിടെ വീണ്, എങ്ങനെ വീണ്, എവിടെ ഇടിച്ചെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കാല് മാത്രം ഇങ്ങനെ ചറുകി പോകുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ചെന്ന് മലനടിച്ച് വീണ് എവിടെയോ ഇടിച്ച് എൻ്റെ തല പൊട്ടി കേട്ടോ. തല പൊട്ടിയതൊന്നും ഞാൻ അറിയുന്നില്ല. ആരോ വിളിക്കുന്നു, എൻ്റെ മക്കൾ വിളിക്കുകയാണ്. എൻ്റെ മക്കൾ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നോക്കട്ട്, എൻ്റെ മോള് വിളിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മോളെ വിളിക്കുക. അതേ കഴിഞ്ഞ വീഡിയോ എടുത്ത് കോള് കട്ടാക്കിയപ്പോഴത്തേക്ക് വീഡിയോയും കട്ടായി കേട്ടോ. വീഡിയോ കട്ടാക്കാണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മോളെ വിളിക്കാമെന്ന് കരുതിയിട്ടാണ് കോള് കട്ടാക്കിയത്. കട്ടാക്കിയപ്പോൾ വീഡിയോയും കട്ടായി. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാം. ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ ഒരു മടിയിരിക്കും. അപ്പോൾ ഞാൻ എന്നാ പറഞ്ഞ, സോപ്പ് പൊടിയിട്ട് കഴുകിക്കൊണ്ട് നിന്നിടത്ത് കാല് സ്ലിപ്പായി മലനടിച്ച് ചെന്ന് വീണ് കേട്ടോ. എവിടെ ഇടിച്ചെന്നൊന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് മലന്ന് വീഴുന്നത്, അത് മാത്രമേ എനിക്കറിയാം. സൗണ്ട് കേട്ടിട്ട് അപ്പോൾ ചേട്ടനും അവിടെ കൂടെ സഹായിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുകയായിരുന്നു. ചേട്ടൻ പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് കൊച്ചു മോനും ഉണ്ടായിരുന്നു. ഓടി വന്നപ്പോൾ ഞാൻ മലനടിച്ച് കിടക്കുന്നു. അവർ രണ്ടുപേരും കൂടെയൊക്കെ പിടിച്ച് ഇളക്കിക്കൊണ്ടിരുത്തിയപ്പോണ്ടല്ലോ എൻ്റെ കൈ മൊത്തം ബ്ലഡ്. അപ്പോൾ എൻ്റെ മോൻ ചോദിക്കണേ, എന്തേ കയ്യിലെന്തേ ബ്ലഡെന്ന്. നോക്കിയപ്പോൾ കൈയെല്ലാം മുറിഞ്ഞത്. നോക്കിയപ്പോൾ തലയിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ഇറച്ചുകൊണ്ട് നിൽക്കുന്നു. തലയിൽ കൂടെ ബ്ലഡ് ഇറച്ചുകൊണ്ട് നിൽക്കുന്നു. തല പൊട്ടി ചേട്ടനും മോനും ഒക്കെ പേടിച്ച് കേട്ടോ. ഞാനും പേടിച്ച്. ഞാൻ വീഴുന്ന വീഴ്ചയിൽ ഞാൻ കരുതി തല ഇങ്ങനെ ചെന്നങ്ങ് ടപ്പോന്ന് അടിക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. പൊതുവേ വിഴുന്ന് ഒരു അറമ്പാതുമില്ല എൻ്റെ സുഹൃത്തുക്കളെ. ഡിസംബറിലും ക്രിസ്മസിൻ്റെ അന്നും വണ്ടിയിൽ നിന്നൊക്കെ വീണ് പഴയാണ് കിട്ടി. 1 മാസം വരെ കിടപ്പായിട്ട് എഴുത്തതേ ഉള്ളൂ. അപ്പോഴാണ് വീണ്ടും ഇത്. എന്നും എന്തരാണ് കാര്യമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്നും വീഴ്ചയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അങ്ങനെ തല പൊട്ടി. പിന്നെ എൻ്റെ മോൻ ചേച്ചിയെ വിളിച്ച്, ചേച്ചി ഓടിയൊക്കെ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ഞാൻ വരുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി അവർ സ്റ്റിച്ചിടണമെങ്കിൽ എൻ്റെ മുടിയൊക്കെ അവർ വെട്ടിയെടുക്കും. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വരണില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെ നമ്പറുണ്ടായിരുന്നു. അവളെ വിളിച്ചപ്പോഴത്തേക്ക് അവൾക്ക് എന്തൊരു പച്ചല അറിയാമെന്ന് പറഞ്ഞ് പച്ചല അവളെടുത്തുകൊണ്ട് വന്ന് അതിനെയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചപ്പോഴത്തേക്ക് ബ്ലഡ് നിന്ന് പിന്നെ ഹോസ്പിറ്റലൊന്നും പോയില്ല. ഇനി എന്തരാകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇടിച്ചെടുത്ത് ഇത്തിരി വേദനയുണ്ട്. അത് മുറിവല്ലേ, അതിന് പതിയെ കുറയും. പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നോക്കിയിട്ടെന്ന് വെച്ചാൽ പിന്നെ ചെയ്യാം. തല പൊട്ടി ബ്ലഡൊക്കെ പോയതുകൊണ്ട് വലിയ കുഴപ്പം വരില്ല എന്ന് തോന്നണം. എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം.
അപ്പോൾ ഇപ്പോൾ 4-5 ദിവസം കൊണ്ട് ജോലിക്കൊന്നും പോകണില്ല. ഞായറാഴ്ചയായിരുന്നു സംഭവം. 4-5 ദിവസം കൊണ്ട് ജോലിക്ക് പോകുന്നില്ല. ജോലിക്ക് പോയാൽ ശരിയാവില്ല. നമ്മളെ ജോലി എന്ന് വെച്ചാൽ വെയിലും പൊടിയും മഴയും ഒക്കെ നനയുന്ന ജോലിയാണ്. അപ്പോൾ പോയി ഒന്നാമതേ സ്റ്റിച്ചൊന്നും ഇട്ടിട്ടില്ല, ഒന്നും വെച്ചൊന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പം നമ്മൾ ജോലിക്ക് പോയി മഴ നനയേ പൊടി അടിക്കുകയെ വെയിൽ കൊള്ളുക എന്തെങ്കിലും ചെയ്താൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമാവണമല്ലോ. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകാണ്ട് ലീവ് എടുത്ത് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ. ഞാൻ സൗണ്ട് കുറച്ചാണേ പറയുന്നത്. ഇനി വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് കാണുമില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയേണ്ടതെന്ന് കരുതിയിരുന്നേ. പക്ഷെ അന്നത്തെ വീഡിയോ കണ്ടിട്ടേ നമ്മളെ ബന്ധുക്കളൊക്കെ 2-3 പേരൊക്കെ വിളിച്ചിരുന്നു. അപ്പം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് വിളിച്ച് വെച്ചിട്ടും കാര്യമില്ല. പൊതുവേ പറയാനൊരു ചമ്മലാണ്. നമുക്ക് എന്നും ഒതി തന്നെ ജോലി. പറയാനും ഒരു മടിയാണ്. കൊച്ചുപിള്ളേരെ പോലെ എന്ന് നോക്കിയാലും വീഴ്ച എന്നിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് തന്നെ ഒരു ഇതായിരിക്കും. എന്നാൽ നോക്കിയാൽ ഇവർക്ക് ഇത് തന്നെ ജോലി എന്ന് പറയും. അതൊക്കെ മടിച്ചിട്ടാണ് നമ്മൾ പറയാത്തത്. പിന്നെ നിങ്ങളൊക്കെ നമ്മളെ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ അല്ലേ. ഇപ്പം ഞാൻ 4-5 ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടതിൽ നിങ്ങൾക്ക് കാണാൻ പറയാം. എൻ്റെ മുഖവും എൻ്റെ കോലവും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വയ്യാണ്ടൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് നമ്മളെന്നാലും വീഡിയോ ഒന്നും ഇടാൻ മെയിനായിട്ടുള്ള വീഡിയോ ഇട്ടില്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്പോഴപ്പോഴും നമുക്ക് തോന്നുന്നത് പോലെയൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഈ ചേച്ചിപ്പെണ്ണിൻ്റെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. ചേച്ചിപ്പെണ്ണിനെന്നും ആപത്തും വീഴ്ചയും ഒക്കെ തന്നെയാണ്. വീണ് ഈ ബോഡിയിൽ മിച്ചമൊന്നുമില്ല. ദൈവത്തിൻ്റെ ദാനമാണ് ഈ ശരീരം എന്ന് പറയാം. അല്ലെങ്കിൽ എപ്പോഴേ വീഴുന്ന ഓടിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കിടക്കേണ്ടതാണ്. ആരുടെയൊക്കെ പുണ്യം കൊണ്ട് അങ്ങനെ എണീറ്റ് നടക്കണം എന്ന് തന്നെ പറയാം. പിന്നെ എന്തോ പറയും, ഇതൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷം. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സൗണ്ട് തീരെ കുറച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം. ടാറ്റ, ബൈ ബൈ.